സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ള കൊതിച്ചിടുന്നു നാഥ, അതിയായുള്ള കൊതിച്ചിടുന്നു. അരികിലൊന്നണയാൻ മാറിലലിയാൻ ആ മുറിപ്പാടിൽ ചുംബിക്കുവാൻ ആദികൾ നിറയും നീ നാളുകളിൽ അതിയായുള്ളം കൊതിച്ചിടുന്നു നാഥ, അതിയായുള്ളം കൊതിച്ചിടുന്നു. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. അറിയാതിരിക്കരുതേ ഈ സ്നേഹം. സ്നേഹമെന്ന വാക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. ഭിക്ഷാടനത്തിന് പോകുന്ന ആളുകളും ഭിക്ഷ തെണ്ടുന്നവരും എല്ലാവരും സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മമാരും കുട്ടികളും പ്രായമായവരും ഭാര്യാഭർത്താക്കന്മാരും എല്ലാവരും പരസ്പരം സ്നേഹം ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല. എല്ലാവരും സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ സ്നേഹം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. കുട്ടികൾ മാതാപിതാക്കന്മാരുടെ വാത്സല്യം അനുഭവിച്ചല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ പല ആളുകളുടെയും സ്നേഹം അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടാണ് ഈ ലോക ജീവിതത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ഞാൻ അറിയാതിരിക്കരുതേ ഈ സ്നേഹം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കഥ. ഒരു ജീവനക്കാരനായൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ യാത്രയ്ക്ക് വേണ്ടി മനോഹരമായൊരു കാറ് വാങ്ങി. ആ കാറ് വാങ്ങി തൻ്റെ വീട്ടിൽ അങ്ങനെ കൊണ്ടുവന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം LKGക്ക് പഠിക്കുന്ന തൻ്റെ കുട്ടി ആ കാറിൻ്റെ അടുക്കൽ പോയി കളിക്കാനിടയായി. ആ സമയത്ത് ആ കാറിൻ്റെ മുൻവശത്ത് അവൻ കല്ലുകൊണ്ട് ഉരയ്ക്കുകയും അതിലെഴുതുകയും ഒക്കെ ചെയ്തു. എന്തായാലും മനോഹരമായ കാറ് ഇങ്ങനെ മോശമാക്കുന്നത് കണ്ട് ആ പിതാവ് കോപിഷ്ഠനായി തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വസ്തു വെച്ച് കുട്ടിയെ ഉപദ്രവിച്ചു. ആ ഉപദ്രവം വളരെ ആഴമേറിയതായിരുന്നു. അവന് പെട്ടെന്ന് തന്നെ രോഗിയായി തീർന്നു. ആശുപത്രിയിൽ കൊണ്ടുവന്നു. 1-2 ദിവസത്തിന് ശേഷം ആ കുഞ്ഞ് മരണത്തിന് വിധേയനായി. അദ്ദേഹം വളരെ നിരാശനായി തൻ്റെ ഉപദ്രവം കൊണ്ടാണ് ആ കുട്ടി മരിക്കാനിടയായത്. വീട്ടിൽ തിരിച്ചു വന്ന് താൻ വരഞ്ഞു വെച്ച ആ കാറ് ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അതിലെഴുതിയത് "ഐ ലവ് യു പപ്പ" എന്നാണ്. ഒരുപക്ഷെ ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് ആ എഴുത്ത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നില്ല. എന്തായാലും അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രമല്ല, ആ കുട്ടിയുടെ സ്നേഹിക്കുന്ന ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ കാറിൽ അങ്ങനെ എഴുതാനിടയായത്. ഈ കുട്ടിയെ ഉപദ്രവിച്ച അദ്ദേഹം ആ കുട്ടി എന്ത് എഴുതിയെന്ന് ആദ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കുട്ടിയെ അതുപോലെ ഉപദ്രവിക്കുമായിരുന്നോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അറിയാതെ മനുഷ്യർ ഈ ലോകത്തിൽ പോവുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചിട്ട്
ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് എഴുതി വെക്കുമ്പോൾ ഈ സ്നേഹം അത് അറിയാതെ പോകരുത്. ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് നിക്കോദോമോസ് എന്ന് പറയുന്ന യഹൂദ പ്രമാണിയോടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. താൻ പ്രമാണം അറിയുന്ന ആളാണ്, എല്ലാ അറിവുകളുമുള്ള ഒരു മനുഷ്യൻ, ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ അറിയുന്നയാൾ. എന്നാൽ അങ്ങനെയുള്ള അറിവും വിജ്ഞാനവുമുള്ള ആ മനുഷ്യനോട് ദൈവസ്നേഹത്തെക്കുറിച്ച് യേശു ക്രിസ്തു പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അറിയാതെ പോകരുത് ഈ സ്നേഹം. ബൈബിളിലെ ഈ ഭാഗം വായിക്കുന്ന ഏതൊരു മനുഷ്യനോടും ഈ സ്നേഹം അറിയാതെ പോകരുതേ എന്ന് ദൈവം പറയുകയാണ്. ദൈവം പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഒന്നാമത് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ദൈവത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളാണ് ലോകത്തിൽ ഇന്നുള്ളത്. വസ്തുക്കളിൽ ദൈവത്വം കാണുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വിജ്ഞാനികളാണ് എന്ന് പറയുന്ന ആളുകളും കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലെ ആചാര്യന്മാരാണെന്ന് പറയുന്ന ആളുകളും ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണകൾ അജ്ഞത നിറഞ്ഞതാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം ഏതെങ്കിലും വസ്തുക്കളിൽ ഉള്ളടക്കം ചെയ്താണ് ദൈവത്തെക്കുറിച്ച് മനുഷ്യർ ചിന്തിക്കുന്നത്. ദൈവം വസ്തുമയമാണ് എന്ന് ആളുകൾ ചിന്തിക്കുകയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ച് വേണ്ട അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന പുസ്തകം ബൈബിളാണ്. ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവം ആത്മാവാണ്. ദൈവത്തെ ഏതെങ്കിലും സ്വരൂപത്തിൽ കാണുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയല്ല. ദൈവം ആത്മരൂപിയാണ്. മനുഷ്യരെല്ലാവരും കാണപ്പെടുന്ന ഒരു ശരീരമുണ്ട്. എന്നാൽ കാണപ്പെടുന്ന ശരീരസ്ഥനായിട്ടല്ല ദൈവത്തെ ബൈബിൾ ചിത്രീകരിക്കുന്നത്. ആർക്കും കാണാൻ സാധിക്കാത്ത ആത്മരൂപിയായ വ്യക്തി. ദൈവം കേവലം ഒരു ശക്തിയല്ല, ദൈവം ശക്തിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം ആത്മരൂപിയാണ്. അത് നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആത്മരൂപിയായ ദൈവം ആരാലും സൃഷ്ടിക്കപ്പെടാതെ എന്നും ഉള്ളവനായ ആ വ്യക്തി ലോകത്തെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാം കാണാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് നമ്മുടെ കണ്ണ്. പക്ഷേ നാം കാണാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഈ കണ്ണ് നമ്മൾ കാണുന്നില്ല. കണ്ണുകളെ നമ്മൾ കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണാടിയിലൂടെ നോക്കിയാലാണ് നമുക്ക് നമ്മളുടെ കണ്ണുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന നാം കാണാൻ ഉപയോഗിക്കുന്ന ഘടകമായ കണ്ണ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ അദൃശ്യരൂപിയായ ദൈവത്തെ, ആത്മരൂപിയായ ദൈവത്തെ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് നമുക്ക് ഉള്ളടക്കം ചെയ്യുക സാധ്യമല്ല, വ്യാഖ്യാനിച്ച് ഒതുക്കുക സാധ്യമല്ല. ദൈവം അദൃശ്യനാണ്, ആത്മരൂപിയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്ത് ഒന്നാമത് പറയുന്നത് ഇങ്ങനെയുള്ളവനായ ദൈവം, സകലത്തിൻ്റെ മേൽ അധിവസിക്കുന്ന അധികാരിയായിട്ട് നിൽക്കുന്ന അദൃശ്യരൂപിയായ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയാണ് സ്നേഹിക്കുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയും ഉന്നതനായ വ്യക്തി, പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും വലിയ വലിയ മനുഷ്യരോ ഒരാളുടെ വീട്ടിൽ വരുന്നു, അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് അത് ഭയങ്കരമാണ്. അത് ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് വലിയ പ്രത്യേകത ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ബൈബിൾ പറയുകയാണ്, ലോകത്തെ സ്നേഹിക്കുന്ന അദൃശ്യനായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അത് ആത്മരൂപിയായ ദൈവമാണ്. ഈ ദൈവത്തിന് രൂപം സങ്കല്പിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവം കൽപ്പന പറയുമ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് ദൈവത്തിന് രൂപം സങ്കല്പിക്കുക സാധ്യമല്ല എന്നാണ്. അത് കല്ലിലോ വാർത്തുണ്ടാക്കിയ ഏതെങ്കിലും കോലങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളിലോ ഉള്ളടക്കം ചെയ്താൽ അത് തെറ്റാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം അദൃശ്യനാണ്. അദൃശ്യരൂപിയായ ആത്മരൂപിയായ ആ ദൈവമാണ് മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്നാൽ ദൈവത്തെ തപ്പി നോക്കുന്ന മനുഷ്യൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ മൃഗങ്ങളുടെയും കല്ലുകളുടെയും ഒക്കെ രൂപസാദൃശ്യത്തിൽ ദൈവത്തെ ആക്കിക്കളഞ്ഞു. വിജ്ഞാനമുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസങ്കല്പങ്ങളിൽ അവൻ തെറ്റിപ്പോയിരിക്കുകയാണ്. എന്നാൽ ഇതാ ഈ വാക്യത്തിൽ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്നേഹം തിരിച്ചറിയാതെ പോകരുതേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് രണ്ടാമത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവം എങ്ങനെയുള്ള ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്? ഇവിടെ എങ്ങനെയുള്ള ലോകത്തെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. ഈ സ്നേഹം അറിയാതെ പോകരുതേ എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പക്ഷേ എങ്ങനെയുള്ള ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്? വളരെ വികൃതമായ ഒരു ലോകത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ ലോകത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ലോകമെന്ന് പറയുന്ന വാക്ക് ഭൂമിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, വൻകരകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. എന്നാൽ മനുഷ്യർക്ക് വേണ്ടിയും അത് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയുള്ള ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം സ്നേഹിച്ചത്? മനുഷ്യനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ബുദ്ധിജീവിയാണ് മനുഷ്യൻ. ബുദ്ധിയുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായിട്ടാണ് മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് മനുഷ്യൻ. പക്ഷേ ഇങ്ങനെയുള്ള ഈ ലോകത്തെ സ്നേഹിച്ചു, വ്യത്യസ്തനായ മനുഷ്യനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ നമ്മൾ നോക്കിയാൽ വിദ്യാഭ്യാസമുണ്ട്, കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്, ശാസ്ത്രയുഗത്തിൽ അതുല്യനായിട്ടാണ് മനുഷ്യനുള്ളത്. ഇനിയും പല പല നേട്ടങ്ങൾ കൊയ്യാനുള്ള ത്വരയോടുകൂടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിലുള്ളത്. പക്ഷേ മനുഷ്യരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനിൽ ഒരു അധപ്പതനം നമുക്ക് കാണാൻ സാധിക്കും. കുടുംബ വഴക്കുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോടതികളിൽ എത്രയോ ഭാര്യ ഭർത്താക്കന്മാരാണ് അവരുടെ ജീവിതങ്ങൾ വേർപിരിയാൻ വേണ്ടി കേസ് കൊടുത്തിട്ടുള്ളത്. എത്രയോ കുഞ്ഞുങ്ങളാണ് അനാഥരാകുന്നത്. കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അനേക കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന കേസുകൾ വർദ്ധിക്കുകയല്ലേ? മദ്യവും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം യുവതിയുവാക്കന്മാരിൽ അത് വല്ലാതെ ബാധിച്ചിട്ടില്ലേ? അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ പോലും പാപത്തിന് അധീനരായി പോവുകയാണ്, വളരെ വികൃതമായി പോവുകയാണ്. കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു, കൂട്ടത്തോടെ ആളുകളെ കൊല ചെയ്യുന്നു. അങ്ങനെ വർഗീയമായ രീതിയിൽ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ ലോകത്തെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ വികൃതമായ ലോകത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നാണ് നമുക്ക് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഒന്നാമത് നമ്മൾ കാണുന്നു. രണ്ടാമത് വളരെ വികൃതമായി, വളരെ മോശമായ ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പസ്തലനായ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പാപികളായ മനുഷ്യനെ സ്നേഹിക്കുന്ന, വളരെ വികൃതമായ ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കണം, വികൃതമായ ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകവും അതുപോലെ നിരീശ്വരത്വവും എല്ലാം ഏറ്റവും വർദ്ധിക്കുന്ന ഒരു ലോക ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുകയാണ്. ഈ സൃഷ്ടിതാവായ ദൈവത്തെ അന്വേഷിക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ലോകത്തെയാണ് ദൈവം വാസ്തവത്തിൽ സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇങ്ങനെ വികൃതമായ ഈ ലോകത്തെ സ്നേഹിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തൻ്റെ പുത്രനെ നൽകിയാണ് ദൈവം സ്നേഹിച്ചത്. എത്രയോ വലിയ സ്നേഹമാണ്. ഈ സ്നേഹം തിരിച്ചറിയാതെ ഇരിക്കരുത്. ദൈവം തൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് ഒഴുക്കുമ്പോൾ, മനുഷ്യനിലേക്ക് പകരുമ്പോൾ, മനുഷ്യന് എന്തെങ്കിലും നൽകാതെ സ്നേഹിക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനെ തന്നെ നൽകിക്കൊണ്ടാണ് ഈ ലോകത്തെ സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരു മുക്കുവൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ്. പുസ്തകങ്ങളിൽ വായിക്കാൻ സാധിച്ച ഒരു കഥ എന്താണെന്നറിയാമോ? ഒരു മുക്കുവൻ തൻ്റെ പുത്രനെയും കൊണ്ട് ഇങ്ങനെ കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങി മുത്തുകൾ പെറുക്കാൻ വേണ്ടി പോയി. അങ്ങനെ മുത്തുകൾ പെറുക്കുന്ന ആ സമയത്ത് തൻ്റെ മകൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി വളരെ താഴെ പോയി ഒരു മുത്ത് കണ്ടെത്തി അതും ആയി താൻ മുകളിലേക്ക് ഉയർന്നു വന്നു. എന്നാൽ
അനവധി സമയം ഈ കടലിൻ്റെ ആഴങ്ങളിൽ ചെലവഴിച്ച് മുകളിലേക്ക് മുത്തുമായി വന്നപ്പോൾ ശ്വാസം മുട്ടി പെട്ടെന്ന് അവന് ശ്വാസതടസ്സം ഉണ്ടായി. അവൻ മരണപ്പെട്ടു. അപ്പോൾ അവൻ്റെ കയ്യിൽ അവൻ പിടിച്ചിരുന്ന ആ മനോഹരമായ ആ മുത്ത് നോക്കിയപ്പോൾ ഇതുവരെ മുങ്ങിയെടുത്തിട്ടുള്ള മുത്തുകളിൽ അതിശ്രേഷ്ഠവും വളരെ മനോഹരവും വൈവിധ്യവുമാർന്ന മുത്തുമായിട്ടാണ് ആ പുത്രൻ മുകളിലേക്ക് വന്നത്. എന്തായാലും അദ്ദേഹം ചില നാളുകൾക്ക് ശേഷം തനിക്ക് കിട്ടിയിട്ടുള്ള മുത്തുകളെല്ലാം അലമാരയിൽ ഇങ്ങനെ സൂക്ഷിച്ചു. എന്നാൽ പുത്രൻ്റെ കയ്യിലുണ്ടായിരുന്ന മുത്ത് അദ്ദേഹം വിശേഷമായി ഒരു കവറിൽ പൊതിഞ്ഞ് മനോഹരമായി അത് സൂക്ഷിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ വിരുന്നിന് വന്ന ഒരാൾക്ക് താൻ കടലിൽ നിന്ന് മുങ്ങിയെടുത്തിട്ടുള്ള അനവധിയായ മുത്തുകൾ താൻ ഇങ്ങനെ പരിചയപ്പെടുത്തി. അവസാനം വിശേഷമായി സൂക്ഷിച്ച ആ മുത്ത് തുറന്നു കാണിക്കുകയുണ്ടായി. അപ്പോൾ തൻ്റെ വീട്ടിൽ വന്ന അതിഥി ആ മനുഷ്യനോട്, ആ മുക്കുവനോട് ആവശ്യപ്പെടുകയാണ്, ആ മുത്ത് എനിക്ക് തരുമോ, അതിന് വില നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മുക്കുവൻ കണ്ണുനീരോടെ പറഞ്ഞത്, ഇതിനും വില നിശ്ചയിക്കാൻ ഒരിക്കലും സാധിക്കില്ല, അതെൻ്റെ മകൻ്റെ വിലയാണ്. എന്താണ് ആ മകൻ? മുത്ത് പെറുക്കുവാൻ പോയ ആ ദിവസം കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി വളരെ ആഴങ്ങളിൽ പോയി മുകളിലേക്ക് വന്നപ്പോൾ കയ്യിൽ പിടിച്ച മുത്തുമായി അങ്ങനെ മരിച്ചുപോയ ഒരു ദിവസമുണ്ട്. അപ്പോൾ തൻ്റെ മകൻ്റെ ജീവൻ്റെ പകരമായിട്ട് ജീവൻ കൊടുത്തുകൊണ്ടാണ് ഈ മുത്ത് നേടിയത്. അതുകൊണ്ട് ഈ മുത്തിന് വില നിശ്ചയിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കാണാം. എന്നാൽ ദൈവം സ്നേഹിക്കുന്ന ലോകം വളരെ വികൃതമാണ് എന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ അങ്ങനെ വികൃതമായ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ നൽകിയാണ് സ്നേഹിച്ചത്. അതാണ് സാക്ഷാൽ യേശു ക്രിസ്തു, ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച വ്യക്തി. ദൈവമായിരുന്നവൻ, ദൈവത്തോട് കൂടെ ആയിരുന്നവൻ, ഈ ലോകത്തിൽ മനുഷ്യനെ സ്നേഹിച്ച് ഇറങ്ങി വന്ന, ഈ ലോകത്തിലേക്ക് അയച്ച വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഇറങ്ങി വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. വളരെ തിന്മ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പുത്രനെ നൽകി. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സാധാരണക്കാരനായിട്ടാണ്. ഒന്നുമില്ലാത്ത വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിനെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടിതാവ് മനുഷ്യനായിട്ട് ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു ദരിദ്ര കുടുംബത്തിലാണ് തൻ്റെ ജനനം. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് ഇവിടെ ജീവിച്ചപ്പോൾ പാപമില്ലാത്തവനായി, യാതൊരു തിന്മയും ഇല്ലാത്തവനായി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. അങ്ങനെ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, പാപികളുടെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് യേശുവിനെ നമ്മൾ കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപം അറിയാത്തവനാണ്, പരിശുദ്ധനാണ്. അങ്ങനെയുള്ളവനായ വ്യക്തി എന്തുകൊണ്ട് ഈ ലോകത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, പാപികളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. യോഹന്നാൻ അപ്പസ്തോലൻ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും അതുപോലെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുമായി പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപത്തിന് പകരമായി മരിച്ചു എന്നാണ്. അവിടുത്തെ രക്തം പാപികളുടെ പാപത്തെ കഴുകുന്ന രക്തച്ചൊരിച്ചലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ തന്നെ നൽകിക്കൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചത്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ഒരു മുക്കുവൻ മുത്ത് കാണിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട മുത്ത് അത് തൻ്റെ മകൻ്റെ ആ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ മുത്താണ്. ഇതാ കർത്താവായ യേശു ക്രിസ്തുവിനെ പാപിക്ക് പകരമായി നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. ഈ സ്നേഹം നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാതെ ഇരിക്കരുത്. ആ സ്നേഹം കാൽവരിയിലെ ക്രൂശിലാണ് പ്രകടമാക്കിയത്. എന്ത് ചെയ്തു? 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയാണ് ചെയ്തത്. അത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷ, കഠോരമായ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തു മരിക്കുകയാണ് ചെയ്തത്. നാം വായിച്ച വാക്യത്തിൽ 4-മതൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്നേഹിക്കുന്ന ഈ സ്നേഹം നാം തിരിച്ചറിയുമ്പോൾ, ആ സ്നേഹം നമ്മൾക്ക് ലഭിക്കുന്നത്, ആ സ്നേഹത്തിൻ്റെ പ്രയോജനം നമ്മൾക്ക്
ഉണ്ടാകുന്നത് നാം ആ സ്നേഹത്തെ മനസ്സിലാക്കി വിശ്വസിക്കുമ്പോഴാണ്. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഈ ആഴം നമ്മൾ വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതും വളരെ വികൃതമായി തോന്നിയതുപോലെ ജീവിക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയെയും ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ തന്നെ മരിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് ദൈവം സ്നേഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്നേഹം തിരിച്ചറിയുമ്പോൾ നിങ്ങളൊരു പാപിയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഈ പാപം ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിങ്ങൾ ഈ പാപം ഏറ്റുപറയണം. നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തു വരുന്ന ഏത് പാപമാണെങ്കിലും ആ പാപം ഏറ്റെടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവപുത്രനെയാണ് കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സമീപിച്ച്, യേശുവേ, നീ ക്രൂശിൽ മരിച്ചത് എൻ്റെയും കൂടി പാപത്തിന് പരിഹാരമായിട്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ മതചടങ്ങുകൾ എന്നെ രക്ഷിക്കുകയില്ല, എൻ്റെ കർമ്മങ്ങൾ എന്നെ രക്ഷിക്കുകയില്ല, എൻ്റെ വിദ്യാഭ്യാസം എന്നെ രക്ഷിക്കുകയില്ല, ഞാൻ ചെയ്യുന്ന നേർച്ച കാഴ്ചകൾക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. എന്നെ രക്ഷിക്കുവാൻ കാൽവറിയിലെ ക്രൂശിൽ മരിച്ച യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പാപം വിട്ട് മാനസാന്തരപ്പെട്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ സ്നേഹം തിരിച്ചറിയുവാൻ സാധിക്കും. ബൈബിൾ അതാണ് പറയുന്നത്. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ രക്ഷിക്കപ്പെടും എന്നാണ്. പ്രിയമുള്ളവരെ, ഈ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്, ഈ സ്നേഹം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ ചെയ്ത ഈ വലിയ പ്രവൃത്തി എൻ്റെ പാപത്തിന് പകരമാണ് എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മളിലേക്ക് ഈ ദൈവസ്നേഹം വരികയാണ് ചെയ്യുന്നത്. ഈ സ്നേഹം വാസ്തവമായിട്ടും നിങ്ങൾ തിരിച്ചറിയണമേ എന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവം ലോകത്തെ സ്നേഹിക്കുന്ന ഈ വിലയേറിയ സ്നേഹം നിങ്ങൾ അറിയാതെ പോകരുതേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകണം. അന്യനായെന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ, അന്യയായിന്നും മരുഭൂമിയിൽ അയനം തുടരുമീ പരദേശിയേ, അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ, അനുകമ്പയോടെ നീയോർത്തുവെങ്കിൽ ആകാശഭവനെ ചേർത്തുവെങ്കിൽ. ദൈവസ്നേഹത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ആരാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ നാം പറയും, ദൈവം സ്നേഹമാകുന്നു. അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അത് മഹാസ്നേഹമാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാതെ നാം ഈ ലോകത്ത് നിന്ന് നീക്കപ്പെട്ടാൽ അത് ഒരിക്കലും നികത്താനാകാത്ത ഒരു നഷ്ടമായിരിക്കും. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിച്ചു. നാം പാപിയും ദോഷിയും അതുപോലെ തന്നെ ബലഹീനരുമായിരുന്ന സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയാതെ വണ്ണം നാം പാപിയായിരുന്നു. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികളോ അല്ലെങ്കിൽ നാം ചെയ്യുന്ന പല പരിഹാര മാർഗങ്ങളോ ദൈവത്തിന് അത് പ്രസാദകരമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദകരമായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്? ദൈവം നമ്മെ സ്നേഹിച്ചത് ദൈവത്തിൻ്റെ മകനായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അതിനുവേണ്ടി തൻ്റെ പുത്രനെ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് പകരക്കാരനായി നാം മരിക്കേണ്ട സ്ഥാനത്ത് തൻ്റെ പുത്രനെ കാൽവറിയിലെ ക്രൂശിലെ യാഗമായിട്ട് തീർന്നു. ആ യാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക്
നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെയാണ് നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിൻ്റെ മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അവിടെ ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിച്ചത് തൻ്റെ പൊന്നോമന പുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവറിയിലെ ക്രൂശിൽ തകർത്തുകൊണ്ടാണ്. ഞങ്ങൾ പാപിയും ദോഷിയുമായിരുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പല കുറവുകളുള്ളവരാണ്, പല പോരായ്മകളുള്ളവരാണ്. എന്നാൽ അവിടെ ഞങ്ങളെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അവിടെ ഞങ്ങൾക്ക് പകരക്കാരനായി കാൽവരിയിലെ ക്രൂശിൽ അവിടുന്ന് യാഗമായി തീർന്നു. അവിടുന്ന് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഒരു വാസസ്ഥലം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങളെ വീണ്ടും ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുമെന്നോർത്ത് സ്തോത്രം. അവിടെ ഞങ്ങളെയൊക്കെ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മനോഹര ദേശത്തേക്ക് അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സത്യം സത്യമാ, സത്യം സത്യം.